ഹലോ, ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് വീഡിയോ ആട്ടോ ചെയ്യുന്നത്. വലിയ മേക്കപ്പ് എന്നല്ല, പക്ഷെ ഒരു മിനിമൽ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിലുള്ള കുറച്ച് പ്രൊഡക്റ്റ് വെച്ച് ഒരു അഫോർഡബിൾ റേറ്റിലുള്ള പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ വെച്ചിട്ട് ഒരു മിനിമൽ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്ന് പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ചെയ്തു എന്നാൽ അത് ഓവറല്ല, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് കുറച്ച് പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നുള്ളൂ. വലിയ മേക്കപ്പ് എന്നുള്ള രീതിയിലൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാം അല്ലേ? ഓക്കെ, റെഡി. എനിക്ക് വീഡിയോ എടുക്കുമ്പോഴേ ഇങ്ങനെ ലോങ് വീഡിയോ ഇങ്ങനെ മേക്കപ്പിന്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എങ്ങോട്ട് നോക്കണം എന്ന് അറിയണില്ല. ക്യാമറ ഇവിടെയാണ്, പക്ഷെ ഇവിടെയാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നോക്കാൻ എളുപ്പം. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് എന്തോ കോങ്കണ്ണ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇഗ്നോർ ചെയ്തേക്കിട്ടാ. ഞാനിപ്പോ മേക്കപ്പിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് രണ്ട് സൈഡിലേക്കും കൂടി നോക്കുമ്പോ ചിലപ്പോൾ റെഡി ആവും, ചെയ്ത് വരുമ്പോ റെഡി ആവും. പിന്നെ എങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ നിങ്ങൾക്ക് സജഷൻസ് പറയാമെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാട്ടോ. അപ്പൊ ഞാനിപ്പോ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. കുറെ നേരം സൺസ്ക്രീൻ ഇട്ടപ്പോൾ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഓയിലി ആയിട്ടും പിന്നെ എന്തോ മേക്കപ്പ് ഇങ്ങനെ പാച്ചി ആണോ ഫീൽ നമുക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഡോക്ടർ പറഞ്ഞേക്കുന്നത് മോയ്സ്ചറൈസർ വേണ്ട, സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഞാൻ സൺസ്ക്രീൻ മാത്രം ഇപ്പൊ ഇട്ടേക്കാണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് പ്രൈമർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. പ്രൈമർ ഇടാൻ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പറയുന്നത് ബേസ് മേക്കപ്പ് കറക്റ്റ് ആവും എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു പ്രൈമർ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ ട്യൂബിലാട്ടോ. ഇത് വരുന്നത് ലാക്മേയുടെ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് പ്രൈമറാണ് ഇത്. ഇതൊരു ചെറിയ ട്യൂബാട്ടോ. ഇത് വാങ്ങി വെച്ചാൽ നമ്മൾ എപ്പോഴെപ്പോഴും ഇടുന്നില്ല. ജസ്റ്റ് ഒരു ഫംഗ്ഷന് പോകുമ്പോ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് ഒന്ന് അവിടെ എടുക്കുന്നിട്ട് ഇത് ഇടുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് അവിടെ ക്രിയേറ്റ് ആവാണ്. ഇതുമ്പോ പിന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് മേക്കപ്പ് ഗ്ലൈഡ് ചെയ്യുന്ന പറയാ. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പ്രൈമർ ഇട്ടേക്കുന്നത്. കൈകൊണ്ട് തന്നെയാട്ടോ ഞാനിവിടെ. നമുക്ക് ഇതിനൊന്നും ബ്രഷിന്റെ ആവശ്യമില്ല. എനിക്ക് ഈ സ്മൈൽ ലൈൻ ഇല്ലേ, ഇത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ കൺസീലർ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ 2 മിനിറ്റ് എന്തിട്ടൊരു ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം അടുത്ത് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. യെസ്, അടുത്ത് നമുക്കൊരു ലിപ് ബാം ഇടാം. അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യണേക്കാൾ മുന്നേ നമ്മൾ ഈ ഒരു ലിപ് ബാം ഇടാങ്ങ നമുക്ക് ചുണ്ട് നല്ല മോയ്സ്ചറായിട്ട് വരും. ഞാനിപ്പോ ഹിമാലയയുടെ സ്ട്രോബെറി ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് എടുത്തേക്കണത്. കുറെ നാളായി, നല്ലതാട്ടോ അത്. ഈ മേക്കപ്പ് ഒക്കെ ഒന്നും സെറ്റ് ആകുമ്പോഴേക്കും ചുണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് മാച്ചു കളയും. എന്നിട്ടാണ് ഞാൻ അതിന്റെ മുകളിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കൺസീലർ ഇടാം. കൺസീലർ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ഇത് എന്റെ ഷെയ്ഡ് വരുന്നത് ഏതാണാവോ എനിക്കറിയില്ല. ഇതൊരു നോക്കിയിട്ട് പറയാം. നമ്പർ 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കണ്ണിന്റെ അവിടെ ഇവിടെ കൈകൊണ്ട് തന്നെയാട്ടോ ഞാൻ ചെയ്യണത്. പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ചെറുതായിട്ട് നമ്മുടെ ഓറഞ്ച് കറക്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പൊ കൺസീലർ തന്നെ വെച്ച് ഈ ആക്നെ പ്രോബ്ലംസ് ഉള്ള കാരണം അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷന്റെ ആവശ്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ മുഖത്ത് അത്രയും ആക്നെ ഉള്ള കാരണം ഈ പിമ്പിൾസ് വന്നിട്ട് അത് ആക്നെ ആവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുരു വന്നു കഴിഞ്ഞാൽ അത് പോകും, പക്ഷെ ഈ ആക്നെ പോവാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ അതുകൊണ്ട് ഈ ഇങ്ങനെ ഇടണ കാരണം തന്നെ ഞാൻ കൂടുതൽ ഫൗണ്ടേഷൻസ് ഇടൽ കുറവാണ്. പുറത്തേക്ക് പോകുമ്പോ ഞാൻ അങ്ങനെ അത്രയും ഫൗണ്ടേഷൻ വല്ല ഒക്കേഷനിലൊക്കെ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻസ് ഒക്കെ ഇടാറുള്ളൂ. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല.
ഒന്ന് അതൊന്ന് ഫെയ്ഡാവും ഈ കൺസീലർ ഇടുമ്പോൾ. ഇപ്പോഴത്തെ നോക്കണ്ട, ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ശരിയാവും കേട്ടോ. ഒരു കുട്ടിയടിച്ച പോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും, അത് നോക്കണ്ട, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. യെസ്, അപ്പൊ ഞാൻ കൺസീലർ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി ഒരു ഇങ്ങനെയൊക്കെ തോന്നിക്കും, പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും കേട്ടോ. നിങ്ങള് മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അങ്ങനെ പറയരുത് അയ്യോ മേക്കപ്പ് ഓവറായി അങ്ങനെ പറയുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും, അപ്പൊ തന്നെ റെഡി ആവും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ എന്ത് കഴിഞ്ഞിട്ടും കുറച്ചു നേരം നോക്കും, പിന്നെ കുറച്ചു നേരം വീണ്ടും ഇരിക്കും, വല്ല കാറ്റുകൊള്ള അങ്ങനെയൊക്കെ ചെയ്യും. പുറത്തേക്ക് ഓടി നടന്ന് പോരുത്. ഓടി നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ആകെ സ്വെറ്റ് ചെയ്ത് പോരും. അപ്പൊ റെസ്റ്റ് ചെയ്യാം, മറ്റേ ഫാനൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിരുന്നോളൂ. അപ്പൊ നല്ല സെറ്റ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ അത് ഞാനിത് പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല. അത് നല്ല കാറ്റാ, ഇത് ലൈറ്റും കത്തും. അപ്പൊ ഞാൻ കുറെ നാളായി വാങ്ങിയിട്ട്. അതാ ഇത് ലൈറ്റും കത്തും, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാനും. കൺസീലർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഐബ്രോ പെൻസിൽ എഴുതാം. ഇതിപ്പോ ഞാൻ പുറമേന്ന് വാങ്ങിയതാട്ടോ. ബീച്ച് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് പെൻസിൽ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്, ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ഈ ബ്ലാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ബ്രൗൺ യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് അത്ര എന്നിട്ട് ഐബ്രോസ് ഒന്നും ഇല്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ എഴുതുമ്പോൾ നമ്മൾ ഒരു മിഡിൽ നിന്ന് തന്നെ എടുത്ത് എഴുതി തുടങ്ങുക. ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ചെറിയൊരു ബ്രഷ് സ്പൂളി ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ സെറ്റ് ആക്കി കൊടുക്കുക. ഇവിടേക്ക് ഒരു നാച്ചുറൽ ഫിനിഷിന്റെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെയും കൂടി എഴുതാം നമുക്ക്. ഐബ്രോസ് വരുമ്പോ തന്നെ നമ്മുടെ സ്കിന്ന് നമ്മുടെ ഫേസ് മാറും. അതാണ് എനിക്ക് പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ചെയ്യാൻ, ഇങ്ങനെ ഐബ്രോസ് ചെയ്താനൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഐബ്രോസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു എന്തോ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്യും. അടുത്തത് ഐഷാഡോ ഇടാം. ഇത് മാൾസിന്റെ ആട്ടോ, ഞാൻ കുറെ നാളായി വാങ്ങിയിട്ട്. ഇതിൽ അത്യാവശ്യം ഷെയ്ഡുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതിൽ ഈ കളറുകളൊക്കെ ഉണ്ട്, ഷിമ്മർ ഷെയ്ഡ് ഉണ്ട്, പിന്നെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ എവിടേക്കും പോകാനൊന്നല്ലല്ലോ, അപ്പൊ ഈ ഡ്രസ്സിന് മാച്ചൊന്നല്ല, മൊത്തത്തില് ഞാൻ ഇടുന്ന ഒരു കളർ തന്നെ ഇടാം. ഒരു ഷിമ്മർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഇത് ഇടുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് അത് ഫില്ലാക്കാം. ഇങ്ങനെ അതായത് ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുക്കുക, അതായത് ആ നടുവിൽ സ്പേസ് ഇടുക. പിന്നെ ഇവിടെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പൊ ഈ ഒരു നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും കേട്ടോ, അതവിടെ ഇടുക. ഇത്രയും ആയിട്ടുണ്ട്. ഇനി കളർ എടുക്കണം. ഇത് ഈ സ്പേസിനുള്ളിൽ ഫില്ല് ചെയ്തെടുക്കും. ഇതൊരു ട്രയാങ്കിൾ ഇങ്ങനെ അതായത് ഇങ്ങനെ വരച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ബ്ലെൻഡ് ചെയ്തൊക്കെ ഒന്ന് ബാലൻസ് ഒന്നുകൂടി ആക്കട്ടെ കേട്ടോ. നടുവില് ഈ ഗ്ലിറ്റർ ഷെയ്ഡ്, ഇതാണ് അത് നിൽക്കുന്നത്. ഇപ്പൊ ആകെ കൊളായിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കും. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ
വേറൊന്നും നോക്കട്ടോ. നമ്മൾ കണ്ണിന്റെ മേക്കപ്പ് ഇത്ര ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ ഇനി ചെയ്യണില്ല. ഇനിയാണ് വരുന്നത് ഈ ഷെയ്ഡ്. 2 കളർ മിക്സ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാട്ടോ. അത് നല്ല ഒരു ഗ്ലിറ്റർ ഷെയ്ഡും പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇവിടുന്ന് ഉള്ളത് നമുക്ക് തുടച്ചൊന്ന് കളയാം. ഇനി കൂടുതൽ അലങ്കോലമാക്കുന്നില്ല, ഇത്ര തന്നെ ചെയ്യണുള്ളൂ. ഇനി നമുക്ക് ഐലൈനറും കാജലൊക്കെ എഴുതാം. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു റെനന്റെ. ഇത് തന്നെയാണ് എടുക്കുന്നത്. ഇത് ഞാൻ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാല്, ഇത് നമുക്ക് സ്മഡ്ജ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അതായത് നമ്മൾ എഴുതി കൊടുക്കുക. ഇവിടെയും എഴുതാം ഇതുപോലെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബ്രഷോ എടുത്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നല്ല രസാട്ടോ. അപ്പൊ ഞാൻ ഇതിലിങ്ങനെ ആക്കിയിട്ട് ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് നല്ല കാജലാട്ടോ. നമുക്ക് ഇനി കണ്ണ് എഴുതി കൊടുക്കാം. നമുക്ക് മാർസിന്റെ സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതാട്ടോ. ഇത് സെറ്റായിട്ട് കൊടുക്കും. ഇവിടുന്ന് ഐലൈനർ സെറ്റ് ഇതിന് വീട് പോരില്ല. ഞാൻ അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ചിടും. ഞാൻ ചെയ്യണ കാര്യം ഇങ്ങനെയാ കേട്ടോ, അവിടെ ഇവിടേക്ക് ആയിട്ട് ഇടും. ചെയ്യുള്ളൂ. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ പൗഡർ ഒന്നും ചെയ്യില്ല. ഇതിന്റെ ആവശ്യമുള്ളൂ. മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ചെയ്തോളൂ. വേറെ ഇനി ഒരു കാര്യങ്ങളും ഇല്ല. നമുക്ക് ഇനി ലിപ്സ്റ്റിക് ഇടാം. ഇതിൽ ഇപ്പൊ ഒരു കുറവുണ്ടായിരിക്കും, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിന്റെ ചോക്കോ ബട്ടർ എന്നുള്ള ഈ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യണ ഒരു ലിപ് ലൈനറാട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇന്നറിൽ നമ്മൾ ഇടുന്നത് മാമഅർത്തിന്റെ ഈ ചോക്കോ ബട്ടർ അല്ല സോറി മോച്ച ബ്രൗൺ. ഇതിന്റെ മോച്ച ബ്രൗൺ ആണ് നമ്മൾ ഇടുന്നത്. ഇതൊരു പീച്ച് കളറാണ്. ഈ പീച്ചും ബ്രൗണും നല്ല സൂപ്പർ കോമ്പിനേഷൻ കേട്ടോ. ഇനി നല്ലതായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇല്ലാണ്ട് കൂടുതൽ ഓവർ ആക്കില്ല. ഒരു കുറം കൂടി എനിക്ക് തോന്നുന്നുണ്ട്. പൊട്ട് വെക്കാല്ലേ. പൊട്ടും കുത്തി
പൊട്ടി കളറ് ഓക്കെ, ഇത് മതി. വേറെ ഒന്നും കൂടുതൽ ചെയ്യണില്ല. ഇത്രേ ഉള്ളൂ. ഈ ഒരു മേക്കപ്പ് ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതില് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ ആക്ടിനൊന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പൊ നല്ല ബേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ലിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. പക്ഷെ ഇത് നല്ലൊരു ഇതായിട്ടിരിക്കും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ മേക്കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മായാണ്ട് നല്ല ഇത് നിൽക്കും. അപ്പൊ ഞാൻ ഒരെണ്ണം പരിചയപ്പെടുത്തിരാം. കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ നാച്ചുറൽ ആണ്. ആലോവേറ വിത്ത് വിറ്റാമിൻ ഇ ഉള്ളതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ഇതടിച്ചു കഴിയുമ്പോൾ നമുക്ക് ലെമൺ അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. ഭയങ്കര സ്മെല്ലാണ്. ഇത് നമ്മൾ ഒരു അകലം പാലിച്ച് നമ്മൾ കണ്ണു തുറക്കാതിരിക്കുന്നതാണ് കേട്ടത്. ഒരു ഫ്രഷ്നെസ്. കുളിച്ചില്ലെങ്കിൽ ഇത് നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ കുളിച്ചു എന്നുള്ളൊരു ഫീല് തോന്നും. ശരിക്കും നല്ല അടിപൊളിയാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് അടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. വേറെ ലുക്കൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ അതുപോലെ വീഡിയോസ് ചെയ്യാം. ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂട്ടാം. കമന്റ്. ഈ ലുക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇപ്പോ മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. ഇത്രയും സാധനമാണ്. ഞാൻ കൂടുതലൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയും. പിന്നെ നിങ്ങൾ പറയണ പോലെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റായിട്ട് പോവാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.